നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിമിക്രി വേദികളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി. സുധിയുടെ അകാല മരണമേൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്ത് ഉണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത്. സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട്. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. സുധിയുടെ രണ്ടാം ചരമവാർഷികം കഴിഞ്ഞതിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേളയിൽ സ്റ്റാർ മാജിക് ഡയറക്ടറായിരുന്ന അനൂപ് ജോൺ കൊല്ലം സുധിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായി മാറുന്നത്. കൊല്ലം സുധിയുമായി വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റാർ മാജിക്കിൽ സുധിച്ചേട്ടൻ ഒരു അലങ്കാരമായിരുന്നു. സുധിച്ചേട്ടൻ പോയതിനു ശേഷം സ്റ്റാർ മാജിക് കാണുന്നത് നിർത്തിയെന്നൊക്കെ ഒരുപാട് പേർ ഇപ്പോൾ പറയാറുണ്ട്. എന്നാൽ അദ്ദേഹം വന്ന എപ്പിസോഡുകളിൽ പച്ചയ്ക്ക് ചീത്ത വിളിച്ച ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്തിനാണ് ഇയാളെ അവിടെ കൊണ്ടിരുത്തുന്നത്, ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്നൊക്കെയായിരുന്നു ചില കമന്റുകളെന്നും അദ്ദേഹം പറയുന്നു. സുധിച്ചേട്ടൻ തന്നെ സ്റ്റേജിൽ ഒന്നും മിണ്ടാത്ത അവസ്ഥയിലായി പോയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്ന കോമഡികളൊന്നും മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്നില്ല. ഇതേക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ കോമഡി പറയാനല്ല സുധിച്ചേട്ടനെ അവിടെ കൊണ്ടിരുത്തിയത്, ആ സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കാൻ തോന്നുന്നു അങ്ങനെ പ്രതികരിക്കാനാണ് എന്നായിരുന്നു എന്റെ മറുപടി. കൊല്ലം സുധിയെ പോലെ ശരീരഭാഷയുള്ള ഒരു കൊമേഡിയൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏത് വേഷവും പുള്ളിയുടെ കൈകളിൽ നിൽക്കും. ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിലുണ്ട്. മരിച്ചപ്പോഴാണ് സുധിച്ചേട്ടന് ഇത്രയധികം ആരാധകർ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സ്റ്റാർ മാജിക് നിർത്തിയിട്ട് കുറെ മാസങ്ങളായെങ്കിലും ഇപ്പോഴും ആ പരിപാടി നിർത്തിയതായി തോന്നുന്നില്ല. ആരെ കണ്ടാലും ഇപ്പോൾ ചോദിക്കുന്നത് എപ്പോഴാണ് വീണ്ടും പരിപാടി തുടങ്ങുന്നത് എന്നാണെന്നും അനൂപ് പറയുന്നു. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനൂപിന്റെ പ്രതികരണം. വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു കറിയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ സ്ഥിരം കഴിക്കുന്ന ആൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് സ്റ്റാർ മാജിക്കിലെ സുധിച്ചേട്ടന്റെ കുറവ്. സ്റ്റാർ മാജിക്കിന്റെ ഏകദേശം എല്ലാ എപ്പിസോഡിലും സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും മാറി വന്നിട്ടുണ്ട്. സുധിച്ചേട്ടന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തോട് വെറുതെ ആണെങ്കിലും ഒന്ന് വന്നിരിക്കാൻ പറയും. അതൊരു പോസിറ്റീവാണെന്ന് പറയും. സുധിക്ക് അപകടം പറ്റിയ സമയത്ത് കിച്ചുവാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. കിച്ചുവിനെ എനിക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും അച്ഛനുമായി അറ്റാച്ച്ഡ് ആയിരുന്നു അവൻ. ഷൂട്ടിന് വരുമ്പോൾ മിക്ക സമയത്തും ഒപ്പം കിച്ചു ഉണ്ടാകും. ഇനി ഞാനെന്ത് ചെയ്യും ചേട്ടാ എന്ന് ചോദിച്ച് അവൻ സംസാരിക്കുന്നുണ്ട്. പലതിനും മറുപടിയില്ല. കമ്പനിയുടെ ഒരു പരിപാടിക്ക് വിട്ടതിനാൽ അതിന്റെ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് എത്രത്തോളം വേദന നിറഞ്ഞതാണെന്ന് മനസ്സിലാകുകയുള്ളൂ. ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന സംഭവമാണത്. പിന്നെ ഒരുപാട് പേർ വന്നു. മോർച്ചറിയിൽ കയറിയാണ് ഞാൻ സുധിച്ചേട്ടനെ കണ്ടത്. 2 ദിവസം മുമ്പ് കണ്ട ആൾ അതേപോലെ കിടക്കുന്നു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വിനീഷേട്ടനാണ് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ആ സിറ്റുവേഷൻ കണ്ണിലുണ്ട്. സ്വന്തം വീട്ടിൽ നിന്നും ഒരാൾ പോയ തോന്നലായിരുന്നു. അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു എന്നും അനൂപ് പറയുന്നു. രേണുവിനെയും മക്കളെയും പറ്റാവുന്നിടത്തോളം സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് ഫാൻസ് അസോസിയേഷനുകളുണ്ട്. അവരും സഹായിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു എന്ന് ഇപ്പോൾ പറയുന്നില്ല. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതേസമയം തന്നെ മറുവശത്ത് എന്തുകൊണ്ട് സുധിച്ചേട്ടൻ ഇത്രയും വലിയ പൈസ ഇല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപാട് വലിയ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. കൊല്ലം സുധിയുടെ പരിപാടി കാണാനായി സൈക്കിൾ ചവിട്ടിപ്പോയ കഥ സുരാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും തിളങ്ങി നിന്ന വ്യക്തിയാണ് അദ്ദേഹം. സഞ്ചരിക്കാത്ത കാര്യങ്ങളില്ല. അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് സുധിച്ചേട്ടൻ സാമ്പത്തികമായി ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന് ഞാൻ ആലോചിക്കുമെന്നും അനൂപ് കൂട്ടിച്ചേർക്കുന്നു. നേരത്തെയും രേണുവിനെതിരെ ഉയർന്ന സൈബർ ആക്രമണങ്ങളിൽ അനൂപ് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. രേണു ചെയ്യുന്നത് അവരുടെ തൊഴിലാണെന്നും നമുക്ക് ആളുകളെ വിമർശിക്കാൻ അവകാശമില്ല, അഭിപ്രായം പറയാമെന്നേ ഉള്ളൂ എന്നും എന്തിനാണ് ഇത്ര വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നും അറിയില്ലെന്നും അനൂപ് പറഞ്ഞു. അവർ അവരുടെ രീതിയിൽ ജീവിക്കട്ടെ. നമുക്ക് ആരുടെ ലൈഫിലും കരിയറിലോ കയറി ഇടപെടാനോ അതിനകത്ത് കയറി അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. നമ്മൾ പലയിടത്തു നിന്നും 2-3 ജോലികളൊക്കെ സെറ്റാക്കി കൊടുത്തിരുന്നു. പക്ഷേ അതിന് ഫിറ്റ് അല്ലെന്ന് പറഞ്ഞ് അവർ തന്നെ പിന്മാറുകയായിരുന്നു. പിന്നീട് ഈ ഫീൽഡിലേക്ക് പോവുകയായിരുന്നു. സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് തന്നെ ജോലി കൊടുക്കാൻ നോക്കിയിരുന്നു. സർക്കാർ ജോലി തന്നെ കൊടുക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടായിരുന്നു. അത് എവിടെ എത്തിയെന്ന് അറിയില്ല. അവരുടെ തൊഴിലാണ്. നമുക്ക് ആളുകളെ വിമർശിക്കാൻ അധികാരമില്ല. അഭിപ്രായം പറയാമെന്നേ ഉള്ളൂ. എന്തിനാണ് ഇത്ര വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്ന് അറിയില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അടുത്തിടെ രേണു 2ാമത് വിവാഹിതയാകുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പിന്നാലെ പ്രതികരണവുമായി രേണു തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഞാൻ ഇനി ഒരാളെ വിവാഹം ചെയ്താൽ അയാളെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല എന്നും ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരാളെ വന്നാൽ മാത്രമേ വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ എന്നും രേണു പറഞ്ഞിരുന്നു. 2ാം വിവാഹം ലോകത്ത് ആദ്യമായി നടക്കുന്നതൊന്നുമല്ല. പക്ഷേ എന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇനി ഒരുത്തനെ കെട്ടിയാൽ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും. രേണു സുധി എന്ന ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ മനുഷ്യനെ ആളുകൾ വെറുതെ വിടുമോ? പാവമായ മനുഷ്യനെ കൂടി ഞാൻ ഇതിലേക്ക് ഇടണോ? ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇനി ഒരു വിവാഹത്തിലേക്ക് കടന്നാലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായി ഒരു ബോംബിട്ട് കൊടുത്തിരുന്നു. അത് വൈറലായിരുന്നു. രേണു സുധി പ്രണയത്തിൽ
എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയും ചെയ്തിരുന്നു. എനിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കണം എനിക്കിനി വരാൻ പോകുന്നയാൾ എന്നാണ് രേണു പറഞ്ഞത്. രേണുവിന്റെ തോന്നൽ ശരിയാണെന്നാണ് വീഡിയോ വൈറലായതോടെ വരുന്ന കമന്റുകൾ. ഒരു വ്യക്തിയെ അപമാനിക്കാനും ചവിട്ടിത്തേക്കാനും നമ്മൾ മലയാളികൾ മുന്നിലാണ്. ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ സഹായിക്കാൻ ആരും കാണില്ല, അപമാനിക്കാൻ എല്ലാവരും കാണും. ആര് ചവിട്ടി താഴ്ത്തിയാലും അവിടെ നിന്നും പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് രേണു മുന്നോട്ട് പോകണമെന്നായിരുന്നു ഒരാൾ കുറിച്ചത്. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അതിതുവരെ മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേര്. അദ്ദേഹം ഇപ്പോഴില്ല, പേരും ഓർമ്മകളും മാത്രമാണുള്ളത്. അത് കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നും രേണു പറയുന്നു. ഇനിയൊരു വിവാഹം തനിക്കുണ്ടാവില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേര്. അദ്ദേഹം ഇപ്പോഴില്ല, പേരും ഓർമ്മകളും മാത്രമാണുള്ളതെന്നും രേണു പറഞ്ഞിരുന്നു. മൂത്ത മകൻ കിച്ചു ഒരിക്കലും തന്നെ തള്ളി പറയില്ല എന്നും രേണു പറയുന്നു. കിച്ചുവിനെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് എന്ന് രേണു പറയുന്നു. അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം, അതിലെനിക്കൊരു അഭിപ്രായവുമില്ല. അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ, അത്രയല്ലേ ആയിട്ടുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വിവാഹം കഴിക്കണം എങ്കിൽ കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം. ഞാനായിട്ട് അതിന് എതിര് നിൽക്കില്ല. പഠിക്കണം, ജോലി നേടണം എന്നാണ് ആഗ്രഹം എന്നുമാണ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.